ഡെവലപ്പേഴ്സിനെയും ടെക്കീസിനെയും ഞെട്ടിച്ചുകൊണ്ട് ഗൂഗിൾ അവരുടെ പുതിയ കോഡിംഗ് പ്ലാറ്റ്ഫോം റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പേരാണ് ആന്റി ഗ്രാവിറ്റി. ആന്റി ഗ്രാവിറ്റി റിലീസ് ആയത് മുതൽ ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ലൈൻ ഓഫ് കോഡ് പോലും എഴുതാതെ പ്രോംപ്റ്റ് യൂസ് ചെയ്ത് 3 പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യാം. പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എനോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, എ പോയി കോഡ് എഴുതി സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നു, അതിനുശേഷം നമ്മളെടുത്ത് തിരിച്ചു പറയുന്നു ബിൽഡ് ചെയ്ത് കഴിഞ്ഞു എന്ന്. അപ്പോഴും നമ്മൾ പോയി ടെസ്റ്റ് ചെയ്താൽ മതി. ഇതിൽ ഏജൻസ് എന്നും അങ്ങനെ പല കൺസെപ്റ്റുകളുണ്ട്. സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ ഏജൻസ്, അത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഏജൻസ്, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. മുൻപൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് ഒരു നോർമൽ കോഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. നമ്മൾക്ക് കോഡ് എഴുതുന്നു, അതിൽ വെച്ച് റൺ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പല സോഫ്റ്റ്വെയർ, വിഷ്വൽ സ്റ്റുഡിയോ, ജെറ്റ് ബ്രെയിൻ, അതുപോലെ പല പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇങ്ങനെ പല പ്ലാറ്റ്ഫോംസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് പോലത്തെ പ്ലാറ്റ്ഫോംസ് വന്നപ്പോൾ ഈ കോപ്പൈലറ്റ് നമുക്ക് പ്ലഗിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും, അതിനുശേഷം വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ തന്നെ കുറച്ചും കൂടെ ജനറേറ്റഡ് കണ്ടന്റ് യൂസ് ചെയ്യാനും, നമുക്ക് അത് യൂസ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് കർസർ, വിൻസർഫ് ഇങ്ങനത്തെ ഇന്റഗ്രേറ്റഡ് കോഡിംഗ് പ്ലാറ്റ്ഫോംസ് വന്നു തുടങ്ങിയത്. അപ്പോഴും ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഏജൻസ് ഉണ്ട്. ഏജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ അടുത്ത് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ അത് ഓരോ ടാസ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്ത് തരും, എഡിറ്റ് ചെയ്ത് തരും, ഡിലീറ്റ് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു തരും. ഈ കർസറിനെ പറ്റി നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഗൂഗിൾ ഇറക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് ആന്റി ഗ്രാവിറ്റി. ആന്റി ഗ്രാവിറ്റി എന്തുകൊണ്ടാണ് ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ഏജന്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ആന്റി ഗ്രാവിറ്റി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോംപ്റ്റിൽ നിന്നൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. കർസറിലും ബാക്കി പ്ലാറ്റ്ഫോംസിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും ഇനി വരുന്നിടത്താണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഈ പ്ലാനിൽ നിന്ന് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ബിൽഡ് ചെയ്ത സംഭവം ഈ ആന്റി ഗ്രാവിറ്റി പോയി ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് റിപ്പോർട്ടും ജനറേറ്റ് ചെയ്ത് തരും. അത് മാത്രമല്ല, നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പോയി ഓരോ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വർക്ക് ആവുന്നുണ്ടോ, നമ്മൾ കോഡ് ചെയ്തതിനനുസരിച്ചാണോ ഓരോന്നും വർക്ക് ചെയ്യുന്നതെന്ന് ചെന്ന് നോക്കുന്നു. അതിനുശേഷം അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ്ങും വീഡിയോ റെക്കോർഡിങ്ങും എടുത്ത് നമുക്ക് കാണിച്ചു തരുന്നു, പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കും. അതിന് പുറത്ത് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് തരും, ആർട്ടിഫാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഓരോ വർക്ക് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് കാണിക്കും. നമ്മളത് നോക്കി വെരിഫൈ ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കോഡ് ചെയ്താൽ അതിനെ സമ്മതിച്ചാൽ മതി. ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് പറയാം ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, വേറെ രീതിയിലാണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ ആന്റി ഗ്രാവിറ്റി ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഗൂഗിൾ ആന്റി ഗ്രാവിറ്റി എന്ന് സെർച്ച് ചെയ്യാം. ഫസ്റ്റ് ലിങ്ക് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, എക്സ്പീരിയൻസ് ലിഫ്റ്റ് ഓഫ് വിത്ത് നെക്സ്റ്റ് ജനറേഷൻ ഐഡി എന്ന്. നമുക്കിവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെത് മാക്കാണ്. ഇപ്പോൾ നിങ്ങളുടെ വിൻഡോസോ ലിനക്സോ ഏതാണ് അതനുസരിച്ച് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ആവുന്ന ടൈമിൽ നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് നോക്കാം. എക്സൈറ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ പ്ലാൻ $0 ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഏജന്റ് മോഡൽസ്, അതായത് ജെമിനി 3 Pro എന്നൊക്കെ പറയുമ്പോൾ ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് LLM മോഡലാണ്. നമ്മൾ അതിനെപ്പറ്റി, അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഒരു ലൈൻ ഓഫ് കോഡ് പോലും എഴുതാതെ നമ്മൾ അതിൽ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം വാച്ച് ചെയ്യുക. അത് മാത്രമല്ല, ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മൾട്ടി മോഡലാണ്. നമുക്ക് ഗൂഗിളിൻ്റെ മാത്രം LLM മോഡലല്ല നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. വേറെ ഏത് കമ്പനിയുടേതും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ക്ലോഡ് 4.5 അതുപോലെ തന്നെ GPT OSS മോഡൽ എല്ലാം നമുക്ക് കിട്ടും. അത് നമുക്ക് നോക്കാം. പിന്നെ അൺലിമിറ്റഡ് ടാബ് കംപ്ലീഷൻ, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. പിന്നെ ജനറസ് റേറ്റ് ലിമിറ്റിങ്ങും ഉണ്ട്, ചെറിയ രീതിയിൽ റേറ്റ് ലിമിറ്റിംഗ് ഉണ്ട്. പിന്നെ ടീം പ്ലാനും എൻ്റർപ്രൈസ് പെയ്ഡ് പ്ലാനൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഇൻഡിവിജ്വൽസിന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്, നമുക്കതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. മാക്കിലായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. നിങ്ങൾ വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ .exe ഫയലായിരിക്കും ഡൗൺലോഡ് ആവുക. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നെക്സ്റ്റ് അടിച്ച് ഒന്ന് പോയാൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഇൻസ്റ്റാൾ ആവട്ടെ. ആ ഒരു ടൈമിൽ നമുക്കിവിടെ യൂസ് കേസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ഇതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് പ്രൊഫഷണൽസിനും യൂസ് ചെയ്യാം. ഇപ്പം നോർമലി ഒരു വൈബ് കോഡ് ചെയ്യുന്നവർക്ക്, വൈബ് കോഡിങ് എന്താണെന്നൊക്കെ നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഐ ബട്ടണിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട്. വൈബ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈബായിട്ടിരുന്ന് കോഡിനെ പറ്റി മാറ്റർ ചെയ്യാതെ ഇരുന്ന് നമ്മൾ മോഡൽസിൻ്റെ അടുത്ത് സംസാരിച്ച് കോഡ് ചെയ്യുന്നതാണ്. നമുക്കിത് പ്രൊഫഷണൽസിനും യൂസ് ചെയ്യാം എന്നതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്. കാരണം ഇതിൽ എഡിറ്ററുണ്ട്, കോഡിനെ പറ്റി കറക്റ്റ് അറിഞ്ഞ് അസിസ്റ്റൻസ് ചെയ്ത് നമുക്ക് തന്നെ ചെയ്തു പോവാം. അതുപോലെ ഈ കോഡിനെ പറ്റി നല്ല ധാരണ ഉണ്ട്. അതുകൊണ്ട് എക്സിസ്റ്റിംഗ് കോഡായാൽ
പോലും നമുക്ക് അതിൻ്റെ കൂടെ, അതായത് കമ്പനിയിൽ ആൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കോഡുണ്ട്, അപ്പോൾ പുതിയൊരു കോഡ് ബേസ് തന്നെ ആവണമെന്നില്ല. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോഡ് ബേസ് ഉണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ആൻറ്റി ഗ്രാവിറ്റി യൂസ് ചെയ്ത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ഐഡിയാസ് കിട്ടും. അതിന് പുറത്ത് ഫ്രണ്ട് എൻഡിൽ കുറച്ച് അടിപൊളി ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ചെയ്യുമ്പോൾ ബ്രൗസറിൽ പോയി നമുക്ക് യൂസ് ചെയ്ത് ഓരോന്നും മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ ഒരു വെബ്സൈറ്റിൽ നമ്മൾ യൂസർ കാണുന്ന എന്താണ്, അതാണ് ഫ്രണ്ട് എൻഡ്. അപ്പോൾ ക്രോമൊക്കെ ഓപ്പൺ ചെയ്ത് അതിന് നോക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ നമുക്ക് ഈ ആൻറ്റി ഗ്രാവിറ്റി സ്ക്രീൻഷോട്ട് എടുത്ത് തരും, ഇങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്തു എന്ന്. അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ തിരിച്ച് ഫീഡ്ബാക്ക് ഒക്കെ പറയാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ജസ്റ്റ് ആ പേജ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമുക്കിത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ആൻറ്റി ഗ്രാവിറ്റി. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആൻറ്റി ഗ്രാവിറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. നെക്സ്റ്റ് അടിച്ച് വിട്ടാൽ മതി. നമുക്കിവിടെ സെറ്റപ്പ് ഫ്ലോ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ VS കോഡിൽ നിന്നോ കർസറിൽ നിന്നോ ഇമ്പോർട്ട് ചെയ്യാൻ കാണിക്കാം. മേ ബി നിങ്ങളൊരു VS കോഡോ കർസറോ യൂസ് ചെയ്യുന്ന ഒരു യൂസർ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പല സെറ്റിങ്സ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ഫ്രഷാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ മോഡ് കൊടുക്കാം. ലൈറ്റ് വേണോ ഡാർക്ക് വേണോ, ഞാൻ ഡാർക്ക് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ആൻറ്റി ഗ്രാവിറ്റി ഏജൻറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്നാണ്. നമുക്കിപ്പോൾ ഏജൻറ്റ് ഡ്രിവൺ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ ഫുൾ ഏജൻ്റ് ആയിരിക്കും നോക്കുക. ഏജൻറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മളെടുത്ത് ചോദിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. റെക്കമെൻഡബിൾ ഏജൻറ്റ് അസിസ്റ്റഡ് ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അല്ല ഫുൾ കസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോവാം. റിവ്യൂ ഡ്രിവൻ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് ഞാൻ ഈ ഒരു റെക്കമെൻഡഡ് ഓപ്ഷനിലോട്ട് പോകുന്നുണ്ട്. ബാക്കിയെല്ലാം ഡീഫോൾട്ടായിട്ട് തന്നെ നെക്സ്റ്റ് അടിച്ച് വിടുന്നുണ്ട്. ഇതിനുശേഷം ഗൂഗിൾ വെച്ചൊന്ന് ലോഗിൻ ചെയ്യാം. ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം. അതിനുശേഷം സെറ്റപ്പ് ആവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടിക്കാം. ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട് ആൻറ്റി ഗ്രാവിറ്റി. ഫുൾ സ്ക്രീൻ ആക്കാം. ആൻറ്റി ഗ്രാവിറ്റി നമുക്കിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ഏജൻറ്റ് മാനേജർ എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. നമുക്കിപ്പോൾ ഇവിടെ അത് രണ്ട് വിൻഡോ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് കോഡ് കണ്ടുകൊണ്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാം. അല്ല ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏജൻറ്റിനോട് മാത്രം സംസാരിക്കാം. ഏജൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഏജൻറ്റ് മാത്രമല്ല, ഒരു പ്രൊജക്റ്റിന് വേണ്ടി മൾട്ടിപ്പിൾ ഏജൻറ്റ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ലോഗിൻ ഫീച്ചർ ഉണ്ടാക്കാൻ നമുക്ക് ഒരു ഏജൻറ്റിന് പണി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ ഒരു ഇ-കൊമേഴ്സ് ആണ് ഉണ്ടാക്കണം, അതിൻ്റെ ഒരു കാർട്ട് ഡെവലപ്പ് ചെയ്യണം, അതിന് വേണമെങ്കിൽ ഒരു ഏജൻറ്റിന് പണി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഒരു പ്രൊജക്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ ഏജൻസിനെ റൺ ചെയ്യാം. അവിടെ മാത്രമല്ല എക്സൈറ്റിംഗ് കാര്യങ്ങൾ, നമുക്കിവിടെ മൾട്ടിപ്പിൾ വർക്ക് സ്പേസസിൽ ഏജൻറ്റിനെ റൺ ചെയ്യാം. അതായത് നിങ്ങളിപ്പോൾ 2 പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പ്രൊജക്റ്റും നമുക്ക് അറ്റ് എ ടൈം നമുക്കിവിടെ റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ ഏജൻറ്റ് മാനേജർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ 2 ഇതായിട്ടാണ് കാണുന്നത്. നമുക്ക് എന്തായാലും ഏജൻറ്റ് മാനേജർ തന്നെ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു ഫോൾഡർ സെലക്ട് ചെയ്യാം. ഇവിടെ ഫോൾഡർ സെലക്ട് ചെയ്യാൻ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ എഡിറ്റർ വ്യൂയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഓപ്പൺ ഫോൾഡർ എന്ന് ഒരു ബട്ടൺ കാണിക്കുന്നുണ്ട്. ഒന്നീ നമ്മൾ ഓപ്പൺ ഫോൾഡർ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ഫോൾഡർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. കാരണം നമ്മൾ എവിടെയാണ് കോഡ് എഴുതുന്നത് എന്ന് നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രോട്ടോടൈപ്പ് ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതെൻ്റെ ഒരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ ഞാനതിന് ആക്സസ് കൊടുത്തു, കമ്പ്യൂട്ടറിൽ ആക്സസ് കൊടുത്തു, ഇവിടെ ട്രസ്റ്റ് ദ ഓതർ കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ഫുൾ സ്ക്രീൻ ആക്കി. ഞാൻ ഏജൻറ്റ് മാനേജർ ഒന്നും കൂടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ന്യൂ കോൺവെർസേഷൻ്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ പ്ലേ ഗ്രൗണ്ട് എന്നുള്ളത് ഇത് മാറ്റിയിട്ട് വർക്ക് സ്പേസ് പ്രോട്ടോടൈപ്പ് ലാൻഡിംഗ് പേജ് എന്നുള്ളത് കാണാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. പ്രോട്ടോടൈപ്പ് ലാൻഡിങ്ങിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താലും മതി. നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൺ ചെയ്യണതിന് മുമ്പ് ഇവിടെ 2 മോഡുണ്ട്. പ്ലാനിങ് മോഡും ഉണ്ട്, ഫാസ്റ്റ് മോഡും ഉണ്ട്. പ്ലാനിങ് മോഡാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വർക്ക് കൊടുക്കുമ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു പ്ലാൻ തരും. അത് നമ്മൾ നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അത് ബിൽഡ് ചെയ്താൽ മതി, കോഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു പ്ലാൻ തരുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കലിയും അല്ലെന്നുണ്ടെങ്കിൽ ഫീച്ചർ വൈസും നമുക്ക് അപ്ഡേറ്റ്സും ഫീഡ്ബാക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് പ്ലാനിങ് മോഡ്. അതിനുശേഷം നമുക്ക് ഇവിടെ ജെമിനി 3 Pro എന്ന് കാണാം. അതെന്ന് പറഞ്ഞാൽ പല AI മോഡൽസ് ആണ്. നമുക്കിതിൽ ഏത് AI മോഡൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ജെമിനിയുടെ തന്നെ മോഡൽ യൂസ് ചെയ്യണമെന്നില്ല. ജെമിനിയുടെ AI മോഡലാണ് ബാക്കിയുള്ള എല്ലാ AI മോഡലിനെക്കാട്ടിലും അടിപൊളി എന്ന് ഇപ്പം നമുക്ക് ബെഞ്ച് മാർക്കിൽ മെട്രിക്സ് കാണാൻ പറ്റുന്നത്. ബട്ട് എന്നാലും നമുക്ക് ക്ലോഡും യൂസ് ചെയ്യാം, GPT മോഡൽസും യൂസ് ചെയ്യാം. ബട്ട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജെമിനി മോഡൽ തന്നെ യൂസ് ചെയ്യാം, റൺ ചെയ്യാം. ഓക്കെ, നോക്കാം എന്താ നടക്കാൻ പോണേന്ന്. നമ്മൾ ഏജൻറ്റ് ഇപ്പോൾ ക്രോമിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാണ്.
ഇപ്പൊ ജെമിനൈ പ്രോട്ടോടൈപ്പിനെ കുറിച്ച് റിസർച്ച് ചെയ്തെന്ന് പറഞ്ഞു. അത് എങ്ങനെയായിരിക്കും റിസർച്ച് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നമ്മുടെ വെബ്സൈറ്റ് കിട്ടുന്നുണ്ട്. അതായത് ജെമിനി ഒന്നീ വെബ്സൈറ്റിൽ പോയി കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ജെമിനൈ LLM മോഡൽ അവർ ട്രെയിൻ ചെയ്ത സമയത്ത് അവർക്ക് പബ്ലിക്കലി കിട്ടിയ ഡേറ്റയാണ്. ഇപ്പം ഇത് നമ്മുടെ വെബ്സൈറ്റാണ്. ഇപ്പം വാണ്ട് ടു ബിക്കം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് പലതും ഇവിടെ കിടപ്പുണ്ട്. 2200+ ആൾക്കാർ കഴിഞ്ഞ 6 വർഷമായിട്ട് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ ഇവിടെ വരികയും പഠിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങൾ, സക്സസ് സ്റ്റോറീസ്, ഇതെല്ലാം കണ്ടാണ് ജെമിനി മോഡൽ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടിയുള്ള ഇൻപുട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് സംഭവങ്ങളാണ്. ഇപ്പോൾ നമുക്ക് വലിയ പ്രോഗ്രാമും ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം പ്രോഗ്രാമാണ്. അല്ല അത്ര ഫണ്ടൊന്നും ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പും ഉണ്ട്. അത് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നതാണ്. നിങ്ങൾക്ക് ആ പ്രൈസിന് ടോട്ടലി വർത്തിട്ടാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ വേണ്ടിയുള്ളൊരു നല്ലൊരു അടിപൊളി പ്രോഗ്രാമുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്തിട്ടിരുന്നോ, നമ്മുടെ എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും പറ്റും. ഓക്കെ, നമുക്കിവിടെ ഒരു ടാസ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിക്കാതെ തന്നെ ഏജൻറ്റ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന്. ഇതിപ്പം ഏജൻറ്റ് അസിസ്റ്റഡ് കൊടുത്തുകൊണ്ടായിരിക്കാം. ഇതിപ്പോൾ എന്താണ് റിക്വസ്റ്റ് റിവ്യൂ കൊടുത്താൽ നമുക്ക് ചിന്തിക്കാനുള്ളൊരു സമയം വരും. അതായത് ഈ പ്ലാൻ നമുക്ക് കാണിച്ചിട്ട് നമ്മളെടുത്ത് ചോദിക്കും. ഇതിപ്പോൾ ഏജൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എന്താണ് ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്തതെന്ന്. അതായത് ഇവിടെ ഗോള് എന്താണ്, ആ വെബ്സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്, ആ വെബ്സൈറ്റിന് യൂസ് ചെയ്യേണ്ട ടെക്നോളജി, അത് HTML CSS ജാവാസ്ക്രിപ്റ്റ് ആണ്. അതുപോലെ പല കാര്യങ്ങൾ, എത്ര സെക്ഷൻസ് വേണം, ഹീറോ സെക്ഷൻ വേണം, എബൌട്ട് സെക്ഷൻ വേണം, ഇമ്പാക്റ്റ്, സക്സസ് സ്റ്റോറീസ്, അങ്ങനെ പല പല കാര്യങ്ങൾ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്ത് നോക്കേണ്ടതെന്നുള്ളൊരു കാര്യവും കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ടാസ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ടാസ്കും ജനറേറ്റ് ചെയ്തു. ഈ ടാസ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മോഡൽ, ഈ ആൻറ്റി ഗ്രാവിറ്റി എന്തൊക്കെ ടാസ്ക് ചെയ്യണമെന്നാണ്. ഇപ്പം റിസർച്ച് ചെയ്യണം, ഓക്കെ, അത് ഡണ്ണാക്കി. ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ അത് ഡണ്ണാക്കി. ഇപ്പോൾ പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതാണിപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു ഡോട്ട് കാണാൻ പറ്റുന്നത്. ഇനി ഈ ടാസ്കിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും കമൻറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അതിന് നേരെയുള്ള ഇതിൽ നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കമൻറ്റ് ഇട്ടാൽ മതി. ഈ രീതിയിലല്ല ചെയ്യേണ്ടത്, ഇനി ഒരു ടാസ്കും കൂടെ ആഡ് ചെയ്യണം, ആ രീതിയിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അല്ല ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ക്രിയേറ്റ് ആയ സമയത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. എനിക്ക് ഇങ്ങനെയല്ല സെക്ഷൻസ് വരേണ്ടത്, ഒരു സെക്ഷനും കൂടെ വരണം, അല്ലെങ്കിൽ സക്സസ് സ്റ്റോറീസാണ് ആദ്യം വരേണ്ടത്, കോഴ്സസ് പിന്നീട് വന്നാൽ മതി, ആ ഒരു രീതിയിൽ. മനസ്സിലായില്ല? ഇപ്പോൾ കൊച്ചി, കാലിക്കറ്റ്, ട്രിവാൻഡ്രം വന്നു, ബാംഗ്ലൂർ വന്നില്ല. അതുപോലെ തമിഴ്നാട്ടിലുള്ള 2 ഇത് വന്നില്ല. അങ്ങനെയുള്ള ഓരോ ചേഞ്ചസ് നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ അപ്ഡേറ്റ്സ് വരുത്താൻ പറ്റും. ഇപ്പോൾ കോഡ് എഴുതുന്നുണ്ട്, നമുക്കതൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ കാണുന്നത് ഏജൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് മോഡാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ എഡിറ്റർ മോഡും ഉണ്ട് കേട്ടോ. അത് നമ്മൾ നോക്കുന്നില്ല എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. ഇവിടെ ഫയൽസ് ക്രിയേറ്റ് ആവുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പ്ലാന്, ടാസ്ക് അതെല്ലാം കാണാൻ പറ്റും. നമുക്ക് ഏജൻറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വൈപ്പ് കോഡ് ചെയ്ത് തന്നെ പോവാം. ഇത് രണ്ടും ഇതായിട്ട് ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെറുതാക്കി വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ എഡിറ്ററും റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു സംഭവമായിട്ടൊക്കെ വയ്ക്കാം. പക്ഷേ ജസ്റ്റ് നമുക്ക് ആ ഒരു ഫുൾ സ്ക്രീൻ വെച്ച് തന്നെ യൂസ് ചെയ്യാം. ഇപ്പം ഏജൻറ്റ് മാത്രം യൂസ് ചെയ്താലും മതിയല്ലോ. ഇപ്പോൾ ഇവിടെ ഒരു ഇമേജൊക്കെ ജനറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഇമേജൊക്കെ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും, നമ്മുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അതും ഗൂഗിളിൻ്റെ നാനോ ബനാന മോഡൽ യൂസ് ചെയ്താണ്. നാനോ ബനാന മോഡൽ എന്ന് പറയുമ്പോൾ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ഇറക്കിയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ അത് വെച്ചൊരു അടിപൊളി ഇമേജൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇത് ബിൽഡ് ചെയ്ത് തരാൻ പോണേന്ന്. വീണ്ടും ഒരുപാട് ഇമേജസ് ജനറേറ്റ് ആക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടിയുള്ള ഓരോ ഇമേജസും, വെബ്സൈറ്റിന് ആവശ്യമുള്ള ഇമേജസ്, ഒരു ഇമേജ് പോലും പുറത്തുനിന്ന് എടുക്കുന്നില്ല. അവർക്ക് മോഡൽ ഉള്ളത് കൊണ്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അതിൽ നിന്നെല്ലാം എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 പ്രൊജക്ട്സൊക്കെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്തോട്ടെ, നമുക്ക് ഒരു പുതിയ വർക്ക് സ്പേസും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഒരു പുതിയ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു കാൽക്കുലേറ്റർ ആപ്പ് ഉണ്ടാക്കാം. കാൽക്കുലേറ്റർ, ഓക്കെ, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അത് ഓപ്പൺ ചെയ്തു. നമുക്കിവിടെ കാണാൻ പറ്റും കാൽക്കുലേറ്റർ എന്ന്. പ്രോട്ടോടൈപ്പ് ലാൻഡിംഗ് പേജ് അത് അവിടെ റൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ കാൽക്കുലേറ്റർ കാണാം. അവിടെ നമുക്ക് ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ അതും പണി കൊടുത്തിട്ടുണ്ട്. അത് ബിൽഡ് ചെയ്യട്ടെ, നമുക്ക് നോക്കാം. ഇവിടെ ഇൻബോക്സിൽ എന്തോ മെസ്സേജ് വന്നതായിട്ട് നമുക്ക് നോക്കാം എന്താണുള്ളത്. ഇത് 2 നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം കേട്ടോ. 2ഉം റണ്ണിങ് ആണ്.
2 ഏജൻറ്റ് റണ്ണിങ് ആണ്. ഒരു ഏജൻറ്റ് റൺ ചെയ്യണത് പ്രോട്ടോടൈപ്പ് ലാൻഡിംഗ് പേജിലാണ്, ഒന്ന് കാൽക്കുലേറ്ററിന് വേണ്ടിയാണ്. ഇത് ഐഡിലാണെന്ന് കാണിക്കണുണ്ട്, അതായത് അത് നിന്നു എന്തിനോ വേണ്ടി. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് അത് ചെയ്ത് തീർത്തു വന്നതാണ് കേട്ടോ. ഐ ഹാവ് ക്രിയേറ്റഡ് ദ പ്രോട്ടോടൈപ്പ് ലാൻഡിംഗ് പേജ് വിത്ത് പ്രീമിയം ഡാർക്ക് തീം എന്നൊക്കെ പറഞ്ഞു ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കണുണ്ട്. നമുക്ക് അത് നോക്കിയിട്ട് ഓപ്പൺ ചെയ്യാൻ പറയാം. ഓപ്പൺ ദ വെബ് പേജ്. നമ്മളടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാനാണ് ഇത് പറയുന്നത്, പക്ഷേ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് തരും. അതിനുശേഷം ഈ പ്ലാനിങ് മോഡ് മാറ്റി ഒന്ന് ഫാസ്റ്റ് ആക്കണം, അതിനുശേഷം സെൻഡ് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നോക്കാം അതൊന്ന് ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ ആൻറ്റി ഗ്രാവിറ്റീനെ നമ്മുടെ ബ്രൗസർ ആക്സസ് ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെറ്റപ്പ് ക്ലിക്ക് ചെയ്യാം. സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നുണ്ട്. ഇൻസ്റ്റാൾ എക്സ്റ്റൻഷൻ. ഓക്കെ നമുക്കൊരു അടിപൊളി പേജാണ് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഡോണ്ട് ജസ്റ്റ് ലേൺ ടു കോഡ്, ബിൽഡ് എ കരിയർ. അടിപൊളി വെബ്സൈറ്റ് അല്ലേ. നമ്മുടെ ബ്രാൻഡിങ്, കളേഴ്സ്, കാര്യങ്ങളും ലോഗോ ഒന്നും കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കിട്ടിയേനെ. ഇത് ഞാനല്ല സ്ക്രോൾ ചെയ്യുന്നത്, കണ്ടില്ലേ? ഇത് സ്ക്രോൾ ചെയ്ത് ട്രൈ ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് കണ്ടില്ലേ, സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യാം. സ്ക്രോൾ ചെയ്ത് എല്ലാം വർക്കിംഗ് ആണോ എന്ന് പെർഫെക്റ്റ്ലി നോക്കിക്കൊണ്ടിരിക്കുക ആൻറ്റി ഗ്രാവിറ്റി. ഓ മൈ ഗോഡ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ അവിടെ പോയി ഓപ്പൺ ചെയ്തതുകൊണ്ടാണ് എനിക്ക് അവിടെ കാണാൻ പറ്റിയത്. ബട്ട് ലൈക്ക് എനിക്ക് അവിടെ നോക്കാതെ തന്നെ ഈ ഒരു ഇൻ്റർഫേസിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇപ്പം തന്നെ കണ്ടില്ലേ, വീഡിയോ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡിൽ ചെയ്തതിൽ നിന്ന് ജനറേറ്റ് ആവുന്നുണ്ട്. നമുക്ക് റിപ്പോർട്ടും തന്നു കേട്ടോ. അതായത് റെസ്പോൺസീവ് വർക്ക് ആവുന്നുണ്ട് മൊബൈലിൽ, ഡെസ്ക്ടോപ്പിൽ. ടെസ്റ്റിമോണിയൽസ് എല്ലാം ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സ്ക്രോൾ ചെയ്തത് കറക്റ്റ് റെക്കോർഡ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് മോഡൽ. അപ്പോൾ നമുക്കിവിടെ വന്ന് നോക്കാം. നല്ല അടിപൊളി വെബ്സൈറ്റ് കേട്ടോ. നല്ല ആനിമേഷനൊക്കെ ഇട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സക്സസ് സ്റ്റോറീസ്, കോഴ്സസ്, ലൊക്കേഷൻ. ഞാൻ ഇനിയൊരു പ്രോംപ്റ്റ് കൊടുക്കാം. ലൊക്കേഷൻ, നമുക്ക് ഇനിയും 2 ലൊക്കേഷൻ ഉണ്ടല്ലോ, 2-3 ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ഈ ഒരു ഡീറ്റെയിലും കൂടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ആവട്ടെ, നമുക്ക് നോക്കാം. മീൻ വൈൽ നമുക്കിവിടെ കാൽക്കുലേറ്റർ പ്രൊജക്റ്റിൽ വന്ന് നോക്കാം. ഇവിടെ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് അതങ്ങ് പ്രൊസീഡ് ചെയ്യാം. നേരത്തെ ഞാൻ റിക്വസ്റ്റ് റിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ മാറ്റിയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഏജൻറ്റ് ഡിസൈഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇട്ടാൽ ഏജൻറ്റ് ഡിസൈഡ് ചെയ്തോളും എപ്പോഴൊക്കെ പ്രൊസീഡ് ചെയ്യണമെന്നും എപ്പോഴെല്ലാം നമ്മുടെ അടുത്ത് ചോദിക്കണമെന്നും. അതുപോലെ ആൾവേസ് പ്രൊസീഡ് ഉണ്ട്, അത് കൊടുത്താൽ എപ്പോഴും ഏജൻറ്റ് തന്നെ അങ്ങ് പ്രൊസീഡ് ചെയ്ത് പൊയ്ക്കോളും. ഞാൻ തിരിച്ചത് ഏജൻറ്റ് ഡിസൈഡിലോട്ട് ആക്കുന്നുണ്ട്. അതിനുശേഷം അത് പണിയെടുക്കുന്നുണ്ട്. നമുക്ക് പ്രോട്ടോടൈപ്പ് ലാൻഡിംഗ് പേജിലോട്ട് നോക്കാം അതെന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, പുതിയ ഹബ്ബ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, പുതിയ ഹബ്ബ് ആഡ് ആയിട്ടുണ്ട്. അടിപൊളിയാട്ടോ, സെറ്റ്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ കാൽക്കുലേറ്റർ പ്രൊജക്റ്റും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, കാൽക്കുലേറ്റർ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്, ഞാനല്ല ചെയ്യുന്നത്, കണ്ടില്ലേ? കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുകയാണ്. ഇവനാളൊരു കിടിലം തന്നെ കേട്ടോ. കൊള്ളാം, കൊള്ളാം. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അതെടുത്തത് കാണാം. അതിന് പുറത്ത് വീഡിയോ റെൻഡറിങ്ങിൽ എന്തോ ഇഷ്യൂ വന്നു. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് റെൻഡർ ചെയ്ത വീഡിയോയും കാണാം. അവർ ട്രൈ ചെയ്ത് നോക്കിയത്. വീഡിയോ റെൻഡറിങ്ങിൽ എന്തോ ഒരു എററും വന്നു. വീഡിയോ പ്ലേ ആവുന്നതിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. ബട്ട് ലൈക്ക് ഇത് സ്റ്റാർട്ടിങ് ഫേസ് ആണല്ലോ, നമ്മൾ നേരത്തെ ആ പ്രൊജക്റ്റിൽ കണ്ടതാണല്ലോ ആ ഒരു ഫീച്ചർ. സെറ്റാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. നമുക്കിനി ഒരൊറ്റ പ്രൊജക്റ്റും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു പുതിയ വർക്ക് സ്പേസ് കൊടുക്കാം. അതിനുശേഷം പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. യൂട്യൂബ് വീഡിയോ ഡൗൺലോഡർ. ഒരു ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊജക്റ്റാണ്, പക്ഷെ നമുക്കൊന്ന് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഐ നീഡ് ടു ഞാൻ തിങ്കിങ് മോഡ് കൊടുക്കുന്നില്ല, ഡയറക്റ്റ്ലി തന്നെ പ്ലാനിങ് ഫാസ്റ്റ് ഡെവലപ്മെൻറ്റിലോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ചെയ്യുന്നതെന്ന്. ഇതുപോലെ നമുക്ക് അടിപൊളി ടൂൾസൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയൊരു നോളേജ് മതി ഇതൊക്കെ യൂസ് ചെയ്യാനുള്ളൊരു നോളേജ്. ഇത് വച്ചിട്ട് എന്തുമാത്രം ടൂൾസുകൾ ഉണ്ടാക്കാമെന്ന് കണ്ടില്ലേ?
നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഒരു യൂട്യൂബ് ഡൗൺലോഡർ ഉണ്ടാക്കണമെന്ന് എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഞാൻ ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട് ഒരു യൂട്യൂബ് ഡൗൺലോഡർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നോക്കിയിട്ടില്ല ആക്ച്വലി. ബട്ട് ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇടുമ്പോൾ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്കിത് കാണാം. ഒരു ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി അക്സെപ്റ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, നമുക്ക് ചെയ്ത് കൊടുക്കാം അക്സെപ്റ്റ്. എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ആ ഒരു ടൂൾ ഉണ്ടാക്കാൻ വേണ്ടി, അത് ചെയ്യട്ടെ. മീൻവെയിൽ ഈ കാൽക്കുലേറ്റർ ഞാനൊന്ന് വർക്ക് ചെയ്ത് നോക്കിയില്ലല്ലോ. നമ്പേഴ്സ് എല്ലാം ഇല്ല കേട്ടോ. എന്തോ വിഷയമുണ്ടല്ലോ, നമ്പേഴ്സ് എല്ലാം ഇല്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പ്രോംപ്റ്റ് ചെയ്തൊക്കെ കറക്റ്റ് ആക്കണം. ചെറിയ വിഷയങ്ങളുണ്ട്. ഈ നമ്പർ തന്നെ കിടക്കണം കണ്ടില്ല, 1 2 3 ഇവിടെ ആ ഒരു അലൈൻമെൻറ്റിൽ കുറച്ച് വിഷയമുണ്ട്. അത് പിന്നെ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നല്ല. അതൊക്കെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കാവുന്നേ ഉള്ളൂ. ഇത്രയും നമുക്ക് ബിൽഡ് ചെയ്ത് ടെസ്റ്റും ചെയ്ത് തന്നില്ലേ, ആ ടെസ്റ്റിൽ അത് ഫൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് ഒരു സംഭവം. ബട്ട് ലൈക്ക് ബാക്കി എല്ലാ റിസൾട്ട്സിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഓരോ ടൂൾസ് വരുമ്പോൾ ട്രൈ ചെയ്യലാണ്. ഇപ്പം ഇത് തന്നെയാണ് അടിപൊളി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ലൈക്ക് ഓരോ ടൂൾസ് വരുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യണം. അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, നമ്മുടെ ഡെയിലി ലൈഫ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കാം. അതുമാത്രമല്ല ഇതിവരുടെ ഫസ്റ്റ് വെർഷനാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം വരാൻ പോവുകയാണ്. വന്നാൽ കുറച്ചും കൂടെ നല്ല അടിപൊളി ആവുമായിരിക്കും. നമുക്ക് നോക്കാം. ഇപ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാ ടൂൾസിനും ഒരു പോരാളി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്നുള്ളൊരു കൈൻഡ് ഓഫ് സാധനമാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ കാരണം ഇതൊക്കെയാണ്, ഒരുപാട് ഇതുണ്ട്. ഏജൻറ്റ് മോഡൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ കർസറിൻ്റെ ഏജൻറ്റും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്പറാണ് ആക്ച്വലി. ബട്ട് അതിൽ നിന്നും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിലെ ഏജൻറ്റും കാര്യങ്ങളും എല്ലാം. ലോക്കൽ ഹോസ്റ്റ് 4000 റണ്ണിങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഒന്നും ഓപ്പൺ ചെയ്യില്ല. ഓപ്പൺ ചെയ്യാതെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ ആക്ച്വലി നടക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഞാൻ ഇൻ്ററപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതതിൻ്റെ പണിയെടുത്തിട്ട് തീർന്നെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് പേജ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് ഇവർ തന്നെ. ആൻറ്റി ഗ്രാവിറ്റി എന്തോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു കോർണറിൽ നീല കളർ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാനാണോ എന്നറിയത്തില്ല. നോക്കാം നമുക്ക്. ആൻറ്റി ഗ്രാവിറ്റി ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് വീഡിയോ ലിങ്ക് പേസ്റ്റ് ചെയ്തു, അതുപോലെ ക്ലിക്ക് ചെയ്തു. നമ്മൾ റിക്രോൾ ചെയ്തിരിക്കുകയാണ് ശരിക്കും. നെവർ ഗോണ ഗീവ് യു അപ്പ് എന്ന് പറഞ്ഞ ആ വീഡിയോ ഇല്ലേ, അതാണ് ആശാൻ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു മീമാണ്. നമ്മൾ റിക്രോൾഡ് ചെയ്തെന്നൊക്കെ പറയും. കൊള്ളാം. നമുക്ക് നല്ല പണി തന്നെയാണ് തരുന്നത്. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ഞാൻ ചെയ്യണോ, ചെയ്യണോ? ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ പണിയും ചെയ്ത് തീർത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ വ്യൂ പ്ലേ ബാക്ക് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ടെസ്റ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. വീഡിയോ ലിങ്ക് പേസ്റ്റ് ചെയ്തു, അതിനുശേഷം വീഡിയോ താഴെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ എങ്ങനെ ഓപ്പൺ ചെയ്യണം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളൊരു സംഭവം കാണിക്കുന്നുണ്ട്. ഈ ലിങ്കിലാണ് പോവേണ്ടതെന്ന് കാണിക്കുന്നുണ്ട്. ബട്ട് നമുക്കിത് ആൾറെഡി ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. ആൻറ്റി ഗ്രാവിറ്റി ക്രിയേറ്റ് ചെയ്ത് തന്ന യൂട്യൂബ് ഡൗൺലോഡർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ഒരു ചെറിയ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. ചെറിയ വീഡിയോ ആകുമ്പോൾ ടൈം ഒരുപാട് എടുക്കത്തില്ല. നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാം, 3 മിനിറ്റേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തു, കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു, ഫെച്ച് വീഡിയോ കൊടുത്തു. നമുക്ക് നമ്മുടെ വീഡിയോയുടെ തമ്പനെയിൽ ഇവിടെ കാണാം. ക്വാളിറ്റി 240p കാണിക്കണുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മളതൊരു പ്രോപ്പർലി പ്രോംപ്റ്റ് കൊടുത്താൽ 240p എന്നുള്ളത് മാറി നമുക്ക് എല്ലാ ക്വാളിറ്റി അവിടെ കാണിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ 240p കാണിക്കുന്നുള്ളൂ. നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, നമുക്കിത് ഡൗൺലോഡ് ആവുന്നുണ്ട്. പക്ഷേ ഇതിവിടെ ലോഡിങ്ങാണ് കാണിക്കുന്നത്. നമുക്കത് പ്രോപ്പർലി ഒരു എത്ര കയറി എത്ര ഡൗൺലോഡ് ആയെന്നൊന്നും കാണിക്കുന്നില്ല. നമുക്ക് അതൊന്ന് പ്രോംപ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ലോഡ് ആവുന്നുണ്ട്, പക്ഷേ ആക്ച്വലി ഡൗൺലോഡ് ആവുന്നതിനെ പറ്റി ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിന് പണി തീർത്തിട്ട് ഇപ്പം ബ്രൗസർ ഓപ്പൺ ചെയ്ത് അടുത്ത ടെസ്റ്റിംഗ് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. URL എടുത്തു, ഇനി അത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യലാണ് അടുത്ത പരിപാടി എന്ന് തോന്നുന്നു. ഇവിടെ ഒരു എക്സ്പാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി എന്താണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ബ്രൗസറിലത് ഓരോന്നും ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഓരോന്നും നമുക്ക് ടൈപ്പ് ചെയ്ത് കാണിക്കുകയും ചെയ്യും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പം ജസ്റ്റ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തു നമ്മുടെ വെബ്സൈറ്റ്. അതിന് പുറത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംഭവം നമുക്ക് ഇവിടെ കാണാൻ പറ്റും.
നമുക്കിവിടെ കാണാം ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫെച്ച് വീഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ചെയ്യുമായിരിക്കും, ഇപ്പോൾ ചെയ്യുമായിരിക്കും. ഓക്കെ, ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അത് നമുക്കിവിടെ കാണാം. ഓക്കെ, ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. അതിനുശേഷം ഫെച്ച് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുന്നില്ല, നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഫെച്ച് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം. ഓക്കെ, വീഡിയോ ഇവിടെ പ്ലേ ആവുന്നത് നമുക്ക് വീഡിയോയുടെ തമ്പനെയിൽ ഇവിടെ കാണാം. ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പെർസെൻറ്റേജ് ഇവിടെ കാണുന്നതാണ്. അപ്പോൾ ആൻറ്റി ഗ്രാവിറ്റി നമുക്കൊരു യൂട്യൂബ് വീഡിയോ ഡൗൺലോഡർ കംപ്ലീറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റീസെൻ്റ്ലി പ്രോംപ്റ്റ് കൊടുത്തതിനനുസരിച്ച് ചേഞ്ചസ് ആൻറ്റി ഗ്രാവിറ്റി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഫെച്ച് വീഡിയോ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ വീഡിയോയുടെ തമ്പനെയിൽ ഇപ്പോൾ കാണാൻ പറ്റും, ലോഡായി. അതിനുശേഷം മൾട്ടിപ്പിൾ ഇത് കാണാൻ പറ്റും. ക്വാളിറ്റി ഏത് ക്വാളിറ്റി വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് ഡൗൺലോഡ് ആവാൻ വേണ്ടി ഏറ്റവും ലോ ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്, ഡൗൺലോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 0% ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കിത് ഡൗൺലോഡ് ആവണം, ഇപ്പോൾ കാണാൻ പറ്റും. കുറച്ച് സ്ലോ ആണ്, ഇപ്പോൾ വൈഫൈ കുറച്ച് സ്ലോ ആണ്, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. ബട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഡൗൺലോഡായി കഴിഞ്ഞു. 3.5 MB ഉള്ള ഫയൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനും ആൻറ്റി ഗ്രാവിറ്റി യൂസ് ചെയ്ത് നമുക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വൈബ് കോഡ് ചെയ്യുന്ന ആളായിക്കോട്ടെ, നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. ഏജൻറ്റ് ഡ്രിവൻ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രീ ആണ്. ഫ്യൂച്ചറിൽ ഇത് പെയ്ഡ് ആവുമെന്ന് നമുക്ക് അറിയത്തില്ല. ബട്ട് എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. 3 അടിപൊളി പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട് വിത്ത് സിംഗിൾ പ്രോംപ്റ്റ്. ലാസ്റ്റ് യൂട്യൂബിൻ്റെ ഇതിൽ മാത്രം ചെറിയ രീതിയിൽ നമുക്ക് അഡീഷണൽ പ്രോംപ്റ്റ് കൊടുക്കേണ്ടി വന്നു. ബാക്കിയെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. അടിപൊളി പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തൊക്കെ പ്രൊജക്റ്റ് ചെയ്തു എന്നുള്ള ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്തത് സിമ്പിൾ പ്രൊജക്ട്സ് ആണ്. നമുക്കിനി വലിയ കോംപ്ലിക്കേറ്റഡ് പ്രൊജക്ട്സ് ആകുമ്പോൾ മേ ബി എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്നിക്കലി അഡ്വൈസ് കൊടുക്കേണ്ടിയൊക്കെ വരും. ആ ഒരു ടൈമിൽ നമുക്ക് കോഡിങ് തന്നെ വേണം. കോഡിങ് പഠിച്ച ഒരാൾ ഈ ഒരു ടൂൾസൊക്കെ യൂസ് ചെയ്യുമ്പോൾ സൂപ്പർ പവറാണ്. കാരണം ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് എല്ലാം അറിയാമെങ്കിലേ നല്ല ജോലി കിട്ടത്തുള്ളൂ, നല്ല അടിപൊളി സോഫ്റ്റ്വെയർസ് ബിൽഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. അങ്ങനെ ഫണ്ടമെൻ്റൽസ് അറിയാവുന്ന ഒരാൾക്ക് ഇതുപോലത്തെ ടൂൾസും കൂടെ യൂസ് ചെയ്താൽ അവർ അയൺമാനെ പോലെയാണ്, പിടിച്ചാൽ കിട്ടത്തില്ല, അമ്മാതിരി പവറായിരിക്കും. അപ്പോൾ ഫണ്ടമെൻ്റൽസ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ വേറെ ഒരിടവും പോവേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാനലിൽ തന്നെ 100K കോഡിംഗ് ചലഞ്ച് എന്ന് പറഞ്ഞൊരു ചലഞ്ച് ഉണ്ട്. അതിലെന്ന് പറയുമ്പോൾ കോഡിങ്ങിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽസ്, അറേ, ലൂപ്പ്, വേരിയബിൾസ്, ഇങ്ങനെ പല കൺസെപ്റ്റും നമ്മുടെ നിഖിൽ സാർ തന്നെ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ സീരീസ് ആണ്. ആ 10 വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോഡിങ് നിങ്ങൾക്ക് പറ്റിയൊരു ഫീൽഡാണോ അല്ലേ എന്ന്. അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ ജോബ് ലാൻഡ് ചെയ്യാമെന്നും അതിനുവേണ്ടി എന്തൊക്കെ പഠിക്കണമെന്നും അതിന് പുറത്ത് ഒരുപാട് ടെക്നോളജീസ് പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനലിൽ തന്നെ ഫ്രീ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് 1 രൂപ ചിലവില്ലാതെ ഒരു അടിപൊളി ഡെവലപ്പർ ആവാനുള്ള എല്ലാ റിസോഴ്സസും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അഥവാ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റക്കായിട്ട് തോന്നുന്നു, അല്ല നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം, ഒരു റോഡ് മാപ്പ് വേണം, ഒരു ഗൈഡൻസ് വേണമെന്ന് തോന്നണമെങ്കിൽ മാത്രം നമ്മുടെ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് ഉണ്ട്. നല്ല അടിപൊളി പ്രോഗ്രാമാണ്. ഒരു ചെറിയ പ്രൈസിന് ഈ ഒരു ചെറിയ മെമ്പർഷിപ്പ് എടുത്താൽ മതി. ഇപ്പം തന്നെ എടുത്തോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, ഒരു ലിങ്ക് ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യുക. നമ്മളെ എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നമ്മൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തത്തുള്ളൂ. അപ്പോൾ അണ്ടിൽ വി മീറ്റ് അഗൈൻ, ഗുഡ് ബൈ.